ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്തിനായി സ്വർഗത്തിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ എന്നെ ശ്രദ്ധിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒക്കെ നല്ല സജഷനുകളും അഭിപ്രായങ്ങളും ഒക്കെ പറയുവാനിടയായി. നമ്മുടെ ചിന്തയുടെ തുടർമാനമുള്ള ഭാഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 1-ാം സങ്കീർത്തനമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 1-ാമത്തെ വാക്യത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ 2 എപ്പിസോഡുകളായിട്ട് ചിന്തിക്കുവാനിടയായി. ഇവിടെ 2-ാമത്തെ ഭാഗം പാപികളുടെ വഴിയിൽ നിൽക്കാതെയും എന്നുള്ളതാണ്. പാപികളുടെ വഴിയിൽ നിൽക്കാതെ. അപ്പോൾ പാപിക്ക് അവൻ്റെതായ ഒരു വഴിയുണ്ട്, പാപിക്ക് അവൻ്റെതായ സ്വഭാവമുണ്ട്. അവൻ്റെ വഴിയിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. എന്താണ് പാപി അല്ലെങ്കിൽ ആരാണ് പാപി എന്നുള്ളതിനെക്കുറിച്ച് നല്ലവണ്ണം നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. ചെറിയ സൺഡേ സ്കൂളിൻ്റെ കാലഘട്ടം മുതൽ പാപി എന്നുള്ളതിൻ്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരു കാര്യമാണ്. പാപി എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹമാറ്റോളസ് എന്ന പദമാണത്. അതിൻ്റെ അർത്ഥം ലക്ഷ്യം തെറ്റിയവൻ എന്നാണ്. വൺ ഹൂ മിസ്ഡ് ദ മാർക്ക് എന്നാണ്. ലക്ഷ്യം തെറ്റിയവൻ എന്ന്. ലക്ഷ്യം തെറ്റിയവൻ്റെ വഴിയിൽ നിൽക്കാതെ, ലക്ഷ്യം തെറ്റിയവൻ്റെ വഴിയിൽ. അപ്പം ലക്ഷ്യം തെറ്റിയവൻ എന്ന് പറയുമ്പോൾ അവൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു ലക്ഷ്യമുണ്ടായിരുന്നവനാണ്. ഒരു ടാർഗറ്റ് അവനുണ്ടായിരുന്നു, ഒരു ലക്ഷ്യം അവനുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൽ നിന്ന് എപ്പോഴോ വ്യതിചലിച്ചവനാണ് ഈ പാപി എന്ന് പറയുന്നത്. ഇറങ്ങിത്തിരിച്ചപ്പോൾ നമുക്കെല്ലാം നിത്യത എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യത്തിൽ ഇറങ്ങിത്തിരിച്ചവരാണ്. പക്ഷേ കാലാകാലങ്ങളിലായി ആ ലക്ഷ്യത്തിൽ നിന്ന് പലരും മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ സ്വർഗം എന്ന് പറയുന്നതും നിത്യത എന്ന് പറയുന്നതും കർത്താവിൻ്റെ വരവെന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ടൊന്നും കാണുന്നില്ല. അതും ഒരു ലക്ഷ്യമാണ് എന്ന ധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ പ്രാധാന്യമുള്ളതായ ലക്ഷ്യങ്ങൾ പലതും ഇന്ന് മനുഷ്യനുണ്ടായിപ്പോയി. എന്ന് വെച്ചാൽ പ്രഥമ ലക്ഷ്യത്തിൽ നിന്ന് അവൻ മാറിപ്പോകുവാനിടയായി. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. അതിന് നന്മയും തിന്മയും കാരണമായി ഭവിക്കാറുണ്ട്. എന്ന് വെച്ചാൽ പല ആളുകളും ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പരാജയപ്പെട്ട് കിടക്കുന്ന പലരെയും കണ്ടപ്പോൾ ഞാനും ഈ യാത്രയിൽ ഈ വഴിയിൽ പരാജയപ്പെട്ടു പോകുമോ ഉള്ള ഭയം അവരെ മുമ്പോട്ടുള്ള യാത്രയിൽ നിന്ന് തടസ്സപ്പെടുത്തുകയാണ്. പരാജയപ്പെട്ടവരാണ് അവരുടെ മാതൃകാ പുരുഷന്മാർ. പരാജയപ്പെട്ടവരെയാണ് ഉദാഹരണങ്ങളായിട്ട് എടുക്കുന്നത്. അതൊരു തെറ്റായ പ്രവണതയാണ്. ഹൈവേയിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഒത്തിരി വാഹനങ്ങൾ നമ്മൾ കാണാം. എന്ന് കരുതി ആ വഴി അല്ലെങ്കിൽ ആ റോഡ് ചെന്നെത്തുന്ന ഒരു ലക്ഷ്യമുണ്ട്. അവിടെ അനേകർ ലക്ഷ്യത്തിൽ ചെന്നെത്തിയിട്ടുമുണ്ട്. എന്നാൽ നിയമം തെറ്റിച്ചവരോ അശ്രദ്ധമായി വന്നത് നിമിത്തമോ ഒക്കെ പലരും അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാം. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. സ്വന്തമായിട്ടുള്ള തെറ്റുകൊണ്ടൊന്നും അല്ലാതെ തന്നെ അപകടം പറ്റിയിട്ടുള്ളവരുണ്ട്. ഞാൻ അതിനെ വാക്കുകൾക്കിടയിലുള്ള വ്യാഖ്യാനത്തിനല്ല, ആശയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ റോഡ് ലക്ഷ്യത്തിലേക്ക് പോകുന്നുണ്ട്. അതിലൂടെ യാത്ര ചെയ്തവരൊക്കെ ലക്ഷ്യത്തിലെത്തിയിട്ടുമുണ്ട്. എന്നാൽ ചിലരൊക്കെ അപകടത്തിൽപ്പെട്ട് വഴിയിൽ കിടക്കുന്നത് കണ്ടിട്ട് ദുഃഖിക്കുക. എത്രയോ പേരാണ് അപകടപ്പെട്ട് കിടക്കുന്നത്. ഈ യാത്ര ശരിയാകില്ല എന്ന് കരുതി തിരികെ പോകാനല്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ യാത്ര നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ടതായ കാര്യം. അപ്പോൾ പരാജയപ്പെട്ടവരെ നോക്കിയിട്ട് നമ്മുടെ ലക്ഷ്യം മാറിപ്പോകാൻ പാടില്ല. ലക്ഷ്യം തെറ്റിയവരെ നോക്കിയിട്ട് നമ്മുടെ ടാർഗറ്റ് ലക്ഷ്യം മാറിപ്പോകാനായിട്ട് പാടില്ല. ഇനി ഈ ലക്ഷ്യം തെറ്റാനുള്ള 2-ാമത്തെ കാരണം, അതിന് ഞാൻ ബൈബിളിൽ നിന്നൊരു ഉദാഹരണം പറയാം. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുന്നു. നക്ഷത്രത്തെ അടയാളമായി കൊടുത്തിട്ട് യേശുവിനെ കാണുവാൻ വേണ്ടി വിദ്വാൻമാർ പുറപ്പെടുകയാണ്. അവരുടെ നോട്ടം മുഴുവൻ നക്ഷത്രത്തെയായിരുന്നു, ലക്ഷ്യം മുഴുവൻ യേശുവുമായിരുന്നു. അപ്പോൾ യേശുവിങ്കലേക്ക് എത്തിക്കുവാനുള്ള ആ വഴികാട്ടിയായി നക്ഷത്രം മുമ്പേ ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിറകെ ഇവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവരുടെ നോട്ടം മുഴുവൻ മുകളിലേക്കായിരുന്നു. നോട്ടം മുഴുവൻ മുകളിലേക്ക്, ലക്ഷ്യം മുഴുവൻ യേശുവിലേക്ക്. അങ്ങനെ അവർ യാത്ര പുറപ്പെടുവാനിടയായി. അവർ പല വഴികളിലൂടെയും യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അവരുടെ നോട്ടം നക്ഷത്രത്തിൽ മാത്രമായിരുന്നു, ലക്ഷ്യം യേശുവിൽ മാത്രമായിരുന്നു. കാടുകളിലൂടെ അവർ യാത്ര ചെയ്തിട്ടുണ്ട്, മലകളിലൂടെ അവർ യാത്ര ചെയ്തിട്ടുണ്ടാകാം, ഇടുങ്ങിയ പാതകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെയും അവർ യാത്ര ചെയ്തു. അപ്പോഴൊക്കെയും അവരുടെ നോട്ടം നക്ഷത്രത്തിൽ മാത്രമായിരുന്നു. എന്നാൽ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ യാത്രയുടെ ഇടയിൽ വിശാലമായ ഒരു വഴിയിലേക്ക് അവർ എത്തുവാനിടയായി. ആ വഴിയെക്കുറിച്ച് അവർ അന്വേഷിച്ചു. ആ വഴിയെക്കുറിച്ച് അവർക്കറിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ആ വഴി നേരെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്ന വഴിയാണ്. അപ്പോൾ രാജാവായി പിറന്നവൻ കൊട്ടാരത്തിലല്ലേ പിറക്കേണ്ടത്? അവരുടെ സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ തുടങ്ങി. സ്വന്തം ബുദ്ധിയിൽ ആലോചിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് നക്ഷത്രത്തിൻ്റെ ആശ്രയം വേണ്ട എന്ന് വയ്ക്കുവാനിടയായി. എന്നിട്ട് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചിട്ട് നക്ഷത്രം എന്ന് പറയുന്ന വഴികാട്ടി
യാത്ര ചെയ്തതിൻ്റെ പുറകെ പോകാതെ അവരുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചിട്ട് വിശാലമായ വഴി കണ്ടപ്പോൾ, വിശാലമായ കൊട്ടാരം കണ്ടപ്പോൾ, ഇത് കൊട്ടാരത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വിശാലതയിലേക്ക് അവർ സഞ്ചരിക്കുവാൻ തുടങ്ങി. അവരുടെ ലക്ഷ്യം മാറിപ്പോയി. എന്തുകൊണ്ട്? ഒരു കൊട്ടാരം കണ്ടപ്പോൾ, കൊട്ടാരത്തിലേക്കുള്ള വിശാലമുള്ളതായ വഴി കണ്ടപ്പോൾ അവരുടെ ലക്ഷ്യം മാറിപ്പോകാനിടയായി. അതുകൊണ്ട് തന്നെ അവർ തെറ്റായ ഒരു സ്ഥലത്ത് ചെന്നെത്തുവാനിടയായി. വലിയ അനർത്ഥത്തിന്, അനേകരുടെ മരണത്തിന് അത് മുഖാന്തരമായി തീരുവാനിടയായി. എന്നാൽ തെറ്റ് തിരിച്ചറിഞ്ഞ് അവർ മടങ്ങി വരുവാനിടയായി. ഒരു കാര്യം അവിടെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, മടങ്ങി വരുന്നതും കാത്ത് അവിടെ നിൽക്കുന്ന നക്ഷത്രം, ഇവർ മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന നക്ഷത്രം. വഴി തെറ്റിപ്പോയ, ലക്ഷ്യം തെറ്റിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളതായ ഒരു നല്ല പ്രബോധനം എന്ന് പറയുന്നത്, നിങ്ങൾ തെറ്റിപ്പോയി എന്ന് കരുതിയിട്ട് നിങ്ങളെ ഇട്ടിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം. മടങ്ങി വരുമോ എന്ന് കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, നക്ഷത്രം പോയി കാണും, ഇനി നക്ഷത്രത്തെ കാണാൻ പറ്റില്ല. കൊട്ടാരത്തിൽ നിന്ന് അവരിറങ്ങുമ്പോൾ ഇനി എന്താ ചെയ്യുക? നമ്മൾക്ക് ഇത്രയും നാൾ നക്ഷത്രം ഉണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചു, നമ്മൾ വലിയ തെറ്റിലേക്ക് വരാനിടയായി, ഇനി നമ്മൾ മടങ്ങിപ്പോവുകയാണ്, പക്ഷേ നക്ഷത്രം ഉണ്ടാകുമോ? അവർ വളരെ ആകുലരായി നിൽക്കുന്ന സമയത്ത് അവർ മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ നക്ഷത്രം തെളിഞ്ഞു നിൽക്കുന്നത് കാണുവാനിടയായി. അതുകൊണ്ടാണ് വേദഭാഗത്ത് അവിടെ എഴുതിയിരിക്കുന്നത്, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഇനി ഒരിക്കലും കാണത്തില്ല, ഇനി ഒരിക്കലും ഞങ്ങൾക്ക് മുമ്പിൽ വഴികാട്ടിയായി വരാൻ നക്ഷത്രം ഉണ്ടാകില്ല എന്നൊക്കെ മനസ്സിനകത്ത് ആകുലപ്പെട്ട് നിന്നപ്പോൾ അവർക്ക് വേണ്ടി കാത്തുനിന്ന നക്ഷത്രം. നമ്മൾ തെറ്റായ വഴിയിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്നതല്ല ദൈവത്തിൻ്റെ നിയോഗം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്നത്, കർത്താവേ, ഞങ്ങൾ പോകുന്ന വഴിയിലെല്ലാം അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന്. നോക്കിക്കേ, പക്ഷെ നമ്മൾ പോകുന്ന തെറ്റായ വഴിയിലാണെങ്കിൽ അവിടെ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ വരില്ല. പകരം കാത്തു നിൽക്കും. നമ്മൾ മടങ്ങി വരാൻ വേണ്ടി കാത്തു നിൽക്കും. നമ്മുടെ മടങ്ങി വരവിനെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്. ആ നക്ഷത്രം അങ്ങനെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവർ മടങ്ങി വരുവാനിടയായി. ആ യാത്ര തുടരുവാനിടയായി. അവർ ലക്ഷ്യത്തിലെത്തുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മളും ജീവിതത്തിൽ പലപ്പോഴും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നിമിത്തം ലക്ഷ്യം മാറി ഓടുന്ന, നിത്യതയെന്ന് പറയുന്ന, സ്വർഗമെന്ന് പറയുന്ന, കർത്താവെന്ന് പറയുന്ന, കർത്താവിൻ്റെ മടങ്ങി വരുമെന്ന് പറയുന്ന ആ വലിയ ലക്ഷ്യത്തിൽ നിന്ന് എപ്പോഴൊക്കെയോ നമ്മളും ചെറുതായിട്ടൊന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പലരുടെയും ജീവിതത്തിൽ അവരുടെ പഴയ കാലങ്ങളെ ഓർക്കുമ്പോൾ അവരുടെ ലക്ഷ്യം തെറ്റിപ്പോകാറുണ്ട്. മിസ്രയീമിൽ നിന്ന് ജനം പുറപ്പെട്ടപ്പോൾ അവർക്ക് കനാൻ നാട് എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഒരു ലക്ഷ്യത്തിലേക്കാണ് അവർ യാത്ര ചെയ്യുവാനിടയായത്. ഒരു വാഗ്ദത്ത നാട് അവർക്കുണ്ട്. അവർ ലക്ഷ്യത്തിലേക്കാണ് യാത്ര ചെയ്യുവാനിടയായത്. എന്നാൽ പല അത്ഭുതങ്ങൾ കണ്ടിട്ടും, ചെങ്കടൽ കടന്നുപോയിട്ടും, പല അത്ഭുതങ്ങൾ കണ്ടിട്ടും അവസാനം അവർ പറയുന്നത്, ഞങ്ങൾക്ക് മിസ്രയീമിലേക്ക് പോയാൽ മതിയായിരുന്നു, അവിടെ ചിറ്റുള്ളിയും ചീരുള്ളിയും ഒക്കെ ഉണ്ട്, അവിടെ ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ സമീപത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടുത്തെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് പോവുക, കനാനിലേക്ക് പോവുക, കാരണം ഇത്രയും കഷ്ടവും പ്രയാസമൊന്നും സഹിച്ച് ഞങ്ങൾക്ക് അവിടെ ചെല്ലണ്ട. അപ്പോൾ ഇറങ്ങിത്തിരിച്ചപ്പം ഉണ്ടായിരുന്ന ലക്ഷ്യം ഒന്നും ഇപ്പോൾ ഇല്ല. മടങ്ങിപ്പോയാൽ കൊള്ളാമെന്ന് തോന്നുന്ന പലരും ഉണ്ട്. എന്നാൽ വാഗ്ദത്തത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം തൻ്റെ കനാൻ നാട്ടിൽ പ്രവേശിപ്പിക്കുവാനിടയായി. പാലും തേനും ഒഴുകുന്നതായ ഒരു ദേശം, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്ന ഒരു ദേശം, അതിലേക്ക് അവരെ പ്രവേശിപ്പിക്കുവാനിടയായി. ദൈവമക്കളെ, നമുക്കൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ സൗഭാഗ്യങ്ങളോ, കഴിഞ്ഞ കാലങ്ങളിലെ ബന്ധങ്ങളോ, കാര്യങ്ങളോ ഒക്കെ ഓർക്കുമ്പോൾ മടങ്ങിപ്പോകണം എന്ന് തോന്നിയേക്കാം. പക്ഷേ ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യത്തിലൂടെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ. പാപികളുടെ വഴിയിൽ നമ്മൾ നിൽക്കരുത്. ലക്ഷ്യം തെറ്റിയവരുടെ വഴിയിൽ നമ്മളായിപ്പോകരുത്. ലക്ഷ്യം തെറ്റിയവരുടെ വഴിയിൽ നമ്മൾ നിന്നു പോകരുത്. അബ്രഹാമിനെ കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുവാനിടയായി. അബ്രഹാം ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള സഹിഷ്ണുതയില്ലാതെ സാറ പറയുന്നു, സാറയുടെ ആലോചന. അപ്പം ദൈവഹിതമില്ലാത്തതായ ആലോചനകൾ നമ്മളെ വലിയ തെറ്റിനകത്തേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാനിടയായിത്തീരും. ആലോചനകൾ സ്വീകരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. നമ്മൾ തുടക്കത്തിൽ ചിന്തിക്കുവാനായി ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കുക. ദൈവഹിതമില്ലാത്തവരുടെ ആലോചനകൾ നമ്മളെ തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകുവാനിടയായിത്തീരും. അബ്രഹാമിനൊരു നല്ല ലക്ഷ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അബ്രഹാമിന് വലിയൊരു പ്രത്യാശയുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ദൈവിക വാഗ്ദത്തത്തിൻ്റെ മേൽ. എന്നാൽ സാറ ഇടയ്ക്ക് കയറി ഇടപെട്ടിട്ട് പറയുകയാണ്, മിസ്രൈമിയ ദാസിയായിരിക്കുന്ന ഹാഗറിനെ ഞാൻ നിനക്ക് തരാം, അവളിൽ നിനക്കൊരു തലമുറ ഉണ്ടാകട്ടെ എന്ന്. ആ ആലോചന ദൈവഹിതപ്രകാരമുള്ള ഒരു ആലോചനയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അബ്രഹാമിൻ്റെ ലക്ഷ്യം തെറ്റി അവൻ വഴി മാറി സഞ്ചരിക്കുവാനിടയായി.
പിന്നത്തേതിൽ അത് വലിയ നിന്ദയ്ക്കും പരിഹാസത്തിനുമൊക്കെ മുഖാന്തരമായി തീർന്നു എന്ന ചരിത്രവും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവമക്കൾ പാപികളുടെ അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റിയവരുടെ ഇൻഫ്ലുവൻസ് സ്വാധീന നിമിത്തം നമ്മുടെ വഴി തെറ്റിപ്പോകാനായിട്ട് പാടില്ല. ദൈവസഭയ്ക്കകത്തും ഇതുപോലെ സ്വാധീനം ചെലുത്തുന്നവരുണ്ട്, ശക്തമായ സ്വാധീനം ചെലുത്തുന്നവരുണ്ട് ദൈവസഭകൾക്കകത്ത്. അവരോ തെറ്റിപ്പോയി, അവരോ ആരാധനയിൽ നിന്നും ആത്മീക കാര്യങ്ങളിൽ നിന്നും ഒക്കെ തെറ്റിപ്പോയി പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുകയാണ്. അവരുടെ ആലോചനകൾ, അവരുടെ ചിന്തകൾ, അവർ തരുന്ന സ്വാധീനങ്ങൾ പലപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവമക്കളെയും അവരുടെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക പ്രവണതയുണ്ട്. അതുകൊണ്ട് ആത്മാവിൽ തീഷ്ണതയോടെ ഓടിക്കൊണ്ട് നിൽക്കുന്ന ദൈവമക്കളെ ഒരിക്കലും പാപികളുടെ വഴിയിൽ, ദുഷ്ടന്മാരുടെ ആലോചനയിലോ പാപികളുടെ വഴിയിലോ നമ്മൾ സ്വാധീനിക്കപ്പെടുവാനായി പാടില്ല. വളരെ ലക്ഷ്യബോധത്തോടെ ഓടുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരുന്ന ദൈവഭക്തനായ മനുഷ്യൻ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാൻ തുടങ്ങി, വേഗത കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാപിയുടെ വഴിയിൽ നിൽക്കുവാൻ തുടങ്ങി. അപ്പം നടന്നുകൊണ്ടിരുന്ന അതിനും പരാജയം സംഭവിക്കുവാനിടയായി. ദുഷ്ടൻ്റെ ആലോചന പാപികളുടെ വഴിയിൽ നിൽക്കുവാൻ അവനെ പ്രേരിപ്പിക്കുവാനിടയായി. അല്പസമയം നമുക്ക് നിന്ന് സംസാരിച്ചിട്ട് പോകാം. എന്തിനാ ഇത്ര ധൃതി വെച്ച് ഓടുന്നത്? അങ്ങ് ചെന്നാൽ പോരെ, എപ്പോഴെങ്കിലും അങ്ങ് ചെന്നാൽ പോരെ. അതിനുവേണ്ടി ഇത്ര ധൃതി വെച്ച് ഓടേണ്ട കാര്യമൊന്നുമില്ല. റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോവാം. പെതുക്കെ സാവകാശമൊക്കെ മതി. പയ്യെ തിന്ന പനയും തിന്നാമെന്നല്ലേ പഴഞ്ചൊല്ലുള്ളത്. പെതുക്കെ മതി, സ്ലോലി. അങ്ങനെ അവനെ വഴിയിൽ പിടിച്ചു നിർത്താനിടയായി. അങ്ങനെ വഴിയിൽ നിന്ന് സംസാരം തുടങ്ങി, വഴിയിൽ നിന്ന് ആലോചന തുടങ്ങി, വഴിയിൽ നിൽക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരിക്കലും ദുഷ്ടൻ്റെ ആലോചന കേൾക്കുന്നവന് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അവൻ വഴിയിൽ നിൽക്കേണ്ടതായിട്ട് വരും. ഇന്ന് പലരും യാത്രകൾ മുടക്കി നിൽക്കുക എന്ന് പറയുമ്പോൾ മുമ്പോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്നുള്ള തീരുമാനം അവിടെ വെച്ചാണ് ഇനി എടുക്കാൻ പോകുന്നത്. മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നവനാ